ലൈംഗിക പീഡന കേസ് പ്രതിയായ JDS എംപിയും ഹസാനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം. പ്രജ്വലിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടുവെന്നാണ് പ്രജ്വൽ അന്വേഷണ സംഘത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രജ്വലിന്റെ അച്ഛൻ രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്ന് കർണാടക ഹൈക്കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. ഈ കേസുകളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, ഒരുപാട് തലങ്ങളുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനാണെങ്കിൽ. അതിൽ നമുക്ക് ആദ്യം പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റിലേക്ക് തന്നെ വരാമെന്ന് തോന്നുന്നു. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ ലൈംഗിക പീഡന പരാതികളാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നു വന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉയർന്നു വന്ന ഒരു പരാതിയാണ്, വിഷയമാണ്. അത് അത്രത്തോളം NDAയെയും തലവേദനയിലാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ 2000-ലധികം പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങളാണ്, പ്രജ്വൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നതും. അത്രത്തോളം സമാനതകളില്ലാത്ത, നമ്മൾ രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ജനപ്രതിനിധിക്കെതിരായി ഉയർന്നു വന്ന ഒരു ലൈംഗിക പീഡന കേസ് എന്ന് തന്നെ ഇതിനെ പരാമർശിക്കാം, വിശേഷിപ്പിക്കാം. ഇപ്പോൾ എന്തായാലും 1 മാസത്തോളം നീണ്ട ഒളിവിന് ശേഷം പ്രജ്വൽ രാജ്യത്തേക്ക് തിരികെ വന്നിരിക്കുന്നു, നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. നിലവിലെ ഈ അന്വേഷണത്തിന് ഒരു ഘട്ടം അത് പരിശോധിക്കുകയാണെങ്കിൽ എവിടെ നിൽക്കുന്നു? അതോടൊപ്പം ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവായ മൊബൈൽ ഫോൺ തന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന് പ്രജ്വൽ പറയുമ്പോൾ അത് ഈ കേസിനെ എത്രത്തോളം ബാധിക്കുകയും ചെയ്യും? ആര്യ, 34 ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് മടങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 12:46 കൂടിയാണ് മ്യൂണിക്കിൽ നിന്ന് ലുഫ്താൻസ വിമാനത്തിൽ പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിലെ കമ്പഗോഡെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. പ്രജ്വൽ ഇന്ന് എത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. SITക്ക് ഇക്കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ SIT സംഘം ബംഗളൂരു എയർപോർട്ടിൽ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ പ്രജ്വൽ രേവണ്ണ നേരത്തെയും സമാനമായ രീതിയിൽ പലപ്പോഴും ഇന്നെത്തും എന്നടക്കമുള്ള സൂചനകൾ നൽകിയിരുന്നെങ്കിലും പലപ്പോഴും അത് വെട്ടിച്ചുകൊണ്ട് വരാതിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രജ്വൽ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം SIT ആദ്യം ഉറപ്പാക്കി. അതിനുശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ സംഘം കംഗൌഡെ എയർപോർട്ടിൽ നിലയുറപ്പിച്ചത്. പ്രജ്വൽ വിമാനം ഇറങ്ങിയ തൊട്ട് പിന്നാലെ CISF സംഘം കസ്റ്റഡി എടുത്തു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് പാലസ് റോഡിലെ SITയുടെ ഓഫീസിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഒരു ചോദ്യം ചെയ്യലും അന്വേഷണ സംഘം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ കളഞ്ഞു പോയി എന്നാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. 2 മൊബൈൽ ഫോണുകൾ പ്രജ്വൽ രേവണ്ണയുടെ കൈവശം നിലവിലുണ്ട്. എന്നാൽ അതിൽ നിന്നും തന്നെ ഈ ദൃശ്യങ്ങളൊന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ നിർണായകമായ തെളിവായ മൊബൈൽ ഫോൺ കളഞ്ഞുപോയി എന്നാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഏതായാലും അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഈ അന്വേഷണത്തെ ഏതു തരത്തിൽ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. കാരണം ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് മൊബൈൽ ഫോൺ. കാരണം 3000-ലധികം അശ്ലീല ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിനുണ്ട്. ആ ദൃശ്യങ്ങളാണ് ചോർന്നത്. അതുകൊണ്ട് തന്നെ കേസിലെ ഏറെ നിർണായകമായ തെളിവ് ഇതുവരെ കണ്ടെടുത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും പ്രജ്വലിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടാൻ പോകുന്നത് 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നത്. അതിന് കാരണം പ്രജ്വൽ രേവണ്ണയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം നിരവധി ആരോപണങ്ങൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നിലവിലുണ്ട്. മാത്രവുമല്ല 2 ബലാത്സംഗ പരാതികളടക്കം 3 കേസുകൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഹാസനിലെ MLA ഓഫീസിലടക്കം, ഹാസനിലെ വീട്ടിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസത്തെ കസ്റ്റഡി വേണമെന്നൊരു ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോടതി അത് അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ ലൈംഗിക ശേഷി പരിശോധിക്കാനുള്ള പൊട്ടൻസി ടെസ്റ്റും നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാര്യങ്ങളും അത്തരം നീക്കങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിന് തന്നെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ ആര്യ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് NDAക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ, വലിയ ക്ഷീണമുണ്ടാക്കിയ സംഭവമായിരുന്നു പ്രജ്വൽ രേവണ്ണ വിവാദം. കാരണം കർണാടകത്തിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് ഉണ്ടായിരുന്നത്.
26-ാം തീയതിയും മെയ് 7-ാം തീയതിയും. ഇതിൽ ഏപ്രിൽ 26-ാം തീയതിയാണ് ഹാസനിലെ അടക്കം 14 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതെങ്കിൽ വടക്കൻ കർണാടകത്തിൽ മെയ് 7-ാം തീയതിയായിരുന്നു വോട്ടെടുപ്പ്. ഈ 26-ാം തീയതിയിലെ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ദൃശ്യങ്ങൾ പ്രചരിച്ചെങ്കിൽ പോലും ഇത് വലിയ ചർച്ചയായി മാറിയത് ഈ 26-ാം തീയതിയിലെ വോട്ടെടുപ്പിന് ശേഷമാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം 27-ാം തീയതി തന്നെ ഈ വിഷയം അറിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം മടങ്ങിയെത്താനുള്ള പലതവണ ശ്രമങ്ങൾ നടന്നു. ഇവിടെ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് കേസന്വേഷണം ആരംഭിച്ചു. അതിനുശേഷം പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്താത്ത തുടർന്ന് ബ്ലൂ കോറൻ നോട്ടീസ് പുറപ്പെടുവിച്ചു. സംസ്ഥാന സർക്കാർ തന്നെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതുകയുണ്ടായി. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രജ്വൽ രേവണ്ണ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് നടപടിയിലേക്ക് മുന്നോട്ട് പോകാനിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും പ്രജ്വൽ രേവണ്ണ മടങ്ങി എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല JDSന്റെ സ്ഥാപകനായ HD ദേവഗൌഡയ്ക്ക് തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായൊരു പ്രതിസന്ധിയെ തുടർന്ന് ക്ഷമ പരീക്ഷിക്കരുത്, മടങ്ങിയെത്തണമെന്ന് പരസ്യമായി പറയേണ്ടി വന്നു. ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ 34 ദിവസത്തിന് ശേഷം പ്രജ്വൽ രേവണ്ണ ഏതായാലും മടങ്ങിയെത്തിയിരിക്കുന്നത്. അതെ, രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസിന്റെ പശ്ചാത്തലം, ഈ പ്രതിയുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും വലിയ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ അധികാരം, ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പീഡനങ്ങൾ, ആക്രമണങ്ങളുടെ ഒരു വലിയ തുടർക്കഥ തന്നെയാണ് പിന്നീട് ഈ 2 പരാതി ഉയർന്നതിന് ശേഷം രാജ്യം കേട്ടത്. ഇതിലിപ്പോൾ ഈ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഈ കേസിന് വല്ലാതെ വെല്ലുവിളിയാകും എന്നുള്ളത് സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ 3000-ഓളം വരുന്ന ദൃശ്യങ്ങൾ അത് രാജ്യമെമ്പാടും പ്രചരിച്ചതാണ്, അത് പ്രജ്വൽ പകർത്തിയതാണ് എന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ പ്രജ്വലിനെ കൊടുക്കാൻ ആ വീഡിയോ പ്രചരിച്ചത്, ഈ പ്രചരിച്ച വീഡിയോകൾ അത് സഹായകമാകും എന്ന് കരുതിക്കൂടെ നമുക്ക്? ഏതായാലും ആര്യ, ഈ പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അത് അന്വേഷണ സംഘം ഏതായാലും വിശ്വസിച്ചിട്ടില്ല. കാരണം സ്വാഭാവികമായി ഒരു നിർണായക തെളിവാകുമ്പോൾ ആ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം പ്രജ്വലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതെന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പീഡനം പ്രജ്വൽ രേവണ്ണ നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് പലരും ഇത്തരം പരാതികൾ പറയാതിരുന്നത് പോലും. ഈ ദൃശ്യങ്ങൾ ചോർന്നതിന് ശേഷമാണ് പലരും പരസ്യമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ പരാതി നൽകാൻ രംഗത്ത് വന്നത്. അതിൽ തന്നെ വിരലെണ്ണാവുന്നവർ മാത്രമാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. കാരണം 3000-ലധികം ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധി പേരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല ഈ കേസിൽ തന്നെ പ്രജ്വൽ രേവണ്ണയുടെ അച്ഛൻ HD രേവണ്ണയും ഒപ്പം തന്നെ അമ്മ ഭവാനി രേവണ്ണയും ആരോപണം നേരിടുന്നുണ്ട്. അവർക്കെതിരെ നിലവിൽ കേസുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിജീവിത നൽകിയ പരാതിയാണ്. അതായത് തട്ടിക്കൊണ്ടുപോയി എന്നാണ് അതിജീവിതയുടെ പരാതി. ഈ കേസിലാണ് നേരത്തെ HD രേവണ്ണയെ, അതായത് പ്രജ്വൽ രേവണ്ണയുടെ അച്ഛൻ HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് HD രേവണ്ണയെ കീഴ്ക്കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഇന്ന് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ആ ഹർജി പരിഗണിക്കുമ്പോൾ കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത് കീഴ്ക്കോടതി ഉത്തരവിൽ ഗുരുതരമായ പിഴവുണ്ട് എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും മറ്റു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഭവാനി രേവണ്ണയെ ചോദ്യം ചെയ്യാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്, നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. നാളെ ഹൊസൈൻ നരസിപൂരിലെ വീട്ടിൽ ഉണ്ടാകണം, ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ചെയ്യൽ നേരിടാൻ തയ്യാറാകണമെന്നൊരു അറിയിപ്പ് ഇതിനോടകം തന്നെ ഭവാനി രേവണ്ണയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ തന്നെയാണ് ഭവാനി രേവണ്ണയും സമാനമായ രീതിയിൽ ആരോപണം നേരിടുന്നതും അവരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രേവണ്ണ കുടുംബം നടത്തിയിരിക്കുന്ന ഓരോ സംഭവങ്ങളാണിപ്പോൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളാണിപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രജ്വൽ രേവണ്ണയെ അല്പസമയത്തിന് തന്നെ കോടതിയിൽ ഹാജരാക്കും. പ്രജ്വൽ രേവണ്ണയെ നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത. അതേസമയം തന്നെ പ്രജ്വൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇപ്പോൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന് പ്രജ്വൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി അതിന് അനുമതി നൽകിയിരുന്നില്ല. ഇന്ന് ഏതായാലും ആ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ആര്യ, ഇയാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരം ഉപയോഗിച്ച് ഒരു കുടുംബം നടത്തിയ കൊടും ക്രൂരതകളുടെ കഥകൾ അതാണിപ്പോൾ രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഫോൺ നഷ്ടമായി എന്ന് പറയുന്നത് തന്നെ ഈ കേസിൽ വെല്ലുവിളിയാണ് എന്ന് പറയുമ്പോൾ അത് ആശങ്ക സൃഷ്ടിക്കുമ്പോൾ ഈ
പിതാവ് പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് HD രേവണ്ണയ്ക്കെതിരായിട്ടുള്ള കേസ്, അത് ഈ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ഈ കേസ് തീർക്കുക അല്ലെങ്കിൽ ഈ കേസ് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അറസ്റ്റ് ഉണ്ടായി, അതിൽ ജാമ്യം ലഭിച്ചെങ്കിൽ പോലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ആ ഒരു പശ്ചാത്തലം ഒരു പക്ഷേ ഈ കേസിൽ പ്രജ്വലിനെ കുരുക്കാൻ, കൂടുതൽ കുരുക്ക് സൃഷ്ടിക്കാൻ സഹായിക്കും എന്ന് കരുതാമല്ലേ? തീർച്ചയായും. ഏതായാലും SIT പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയുടെ പ്രതികരണം വന്നിരുന്നു. അതിൽ പ്രധാനമായും മാധ്യമങ്ങൾ ചോദിച്ചത് ഈ ഫോൺ നഷ്ടമായി എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പോലും ഇരകളാക്കപ്പെട്ടവർക്ക്, ഇത്തരത്തിൽ പീഡനം നേരിട്ടവർക്ക് അവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ പിന്നോട്ടില്ല, പ്രത്യേക അന്വേഷണ സംഘം പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ നീക്കവും കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒരു വിഷയം കൂടിയായിരുന്നു ഈ പ്രജ്വൽ രേവണ്ണ വിവാദം. പ്രത്യേകിച്ച് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ആണ് ഈ വിഷയം വലിയ ചർച്ചയ്ക്ക് വരികയും ചെയ്തത്. അതേ തുടർന്നാണ് പിന്നീട് JDSന് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പെട്ടെന്ന് നടപടിയെടുക്കേണ്ടി വന്നതും. BJP NDAയുടെ സഖ്യകക്ഷിയാണ്, NDAയുടെ ഭാഗമാണ് JDS. അതുകൊണ്ട് തന്നെ BJPയുടെ സമ്മർദ്ദം ഉണ്ടാവുന്നതോടുകൂടി പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്യാനടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരികയും ചെയ്തു JDSന്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ SIT പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി വേണം ഭവാനി രേവണ്ണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം. അതായത് HD രേവണ്ണയെ നേരത്തെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രജ്വൽ രേവണ്ണയെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഭവാനി രേവണ്ണയെ കൂടി ചോദ്യം ചെയ്യുകയാണ്. സ്വാഭാവികമായും നാളെ ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടായേക്കാം. അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കടന്നേക്കാം. സ്വാഭാവികമായും തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കേസാണ്. അപ്പോൾ തുടർ നടപടികൾ സ്വാഭാവികമായും ഉണ്ടാക്കാം. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നത്. അതെ, മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വലിയ ചർച്ചയാവുകയും NDAക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തു. അതോടൊപ്പം അതുതന്നെയാണ് എതിർകക്ഷികൾ ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കുകയും NDAക്കെതിരെയുള്ള ആയുധമാക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ എന്തായാലും കർണാടക സർക്കാർ ഈ വിഷയത്തിൽ എന്തായാലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെ കരുതാം. ശക്തമായ നിയമ നടപടിക്ക് മുന്നിലേക്ക് പ്രജ്വൽ രേവണ്ണയും HD രേവണ്ണയും എത്തിക്കാനുള്ള നീക്കങ്ങൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? കർണാടക സർക്കാർ ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കർണാടക സർക്കാർ ആദ്യം തന്നെ ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ വിഷയം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതിന് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടന്ന് തൊട്ടു പിന്നാലെയാണ് ഈ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു കർണാടക സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. തുടർന്നാണ് വീണ്ടും പലതവണയായി കർണാടക സർക്കാർ കേന്ദ്രത്തെ ഈ വിഷയത്തിൽ സമീപിച്ചിരുന്നു. കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടണം, ഇരകൾക്ക് നീതി വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഏതായാലും കർണാടക സർക്കാരിൻ്റെ നിലവിൽ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള പ്രതികരണങ്ങൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. സർക്കാർ പിന്നോട്ടില്ല, ഇരകൾക്കൊപ്പം നിൽക്കും, അവർക്ക് നീതി ഉറപ്പാക്കും എന്ന പ്രതികരണമാണ് കർണാടക ആഭ്യന്തരമന്ത്രി അല്പം മുമ്പ് പോലും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായും കർണാടക ഹൈക്കോടതി കൂടി HD രേവണ്ണയ്ക്കെതിരെ ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ കർണാടക ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, ജാമ്യം റദ്ദാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കീഴ്ക്കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കർണാടക ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ജാമ്യം നൽകിയതിൽ പിഴവുണ്ടെന്ന്. അപ്പോൾ ഇനി അടുത്തവണ കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി പറയാൻ പോകുന്നത്, ജാമ്യം റദ്ദാക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഭവാനി രേവണ്ണയെ ചോദ്യം ചെയ്യുമ്പോൾ SITയുടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതും നിർണായകമായ വിഷയമാണ്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ലൈംഗിക പീഡന കേസ് പ്രതിയായ JDS MPയും ഹസാനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ 30 ദിവസത്തെ ജർമ്മനിയിലെ ഒളിവ് ജീവിതത്തിന് ശേഷം രാജ്യത്തേക്ക് മടങ്ങിയെത്തി നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ശക്തമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രജ്വലിനെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ നീങ്ങുകയാണ് അന്വേഷണ സംഘം. പ്രജ്വലിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം.